മക്കളെ, നമുക്കിന്ന് ഡയറി അതുപോലെ തന്നെ വാർത്താലാപ്, മിലാൻ കരെ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. बेला का मन बहुत खराब हो गया. सच में उसने कोई गलती नहीं की थी. घर जाकर वह अपना अनुभव डायरी में लिखती है. बेला की संभावित ഡയറി ലിഖിയും. അതായത് ബേലയുടെ മനസ്സിന് വളരെയധികം വിഷമം അനുഭവപ്പെട്ടു. യഥാർത്ഥത്തിൽ അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയിട്ട് അവള് ആ ദിവസത്തെ അനുഭവം ഡയറിയിൽ എഴുതാണ്. ആ ഡയറി നമ്മളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡേറ്റ് നിങ്ങൾ എഴുതണം കേട്ടോ. താരീഖ്, ഡേറ്റ് എഴുതണം. വർഷവും ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾ എഴുതുന്ന ഡേറ്റിൽ ഡേറ്റ്, മാസം, വർഷം അത് മൂന്നും ഉണ്ടായിരിക്കണം. ആജ് മേരെ ലിയേ അച്ഛാ ദിൻ നഹി. ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നില്ല. നിങ്ങൾക്ക് ഇനി ചില കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നല്ല ദിവസമാണോ നല്ല ദിവസമല്ലേ, സന്തോഷമാണോ ദുഃഖമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വന്നാലും ഒരേ ഒരു സെന്റൻസ് മാത്രം എഴുതി കൊടുത്താൽ മതി. ആജ് കാ ദിൻ മേം കൈസേ ബോലും. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. അതല്ലെങ്കിൽ ആജ് കാ ദിൻ മേം കബി നഹി ഭൂലൂങ്ക. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആജ് കാ ദിൻ മേം കബി നഹി ഭൂലൂങ്ക. അത് സന്തോഷമുള്ള ദിവസമാണെങ്കിലും ദുഃഖമുള്ള ദിവസമാണെങ്കിലും ഏത് ദിവസത്തിനും നമുക്ക് ആ സെന്റൻസ് എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താണോ എഴുതേണ്ടത് മനസ്സിലാവാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ആജ് കാ ദിൻ മേം കൈസേ ഭൂലും അല്ലെങ്കിൽ ആജ് കാ ദിൻ മേം കബി നഹി ഭൂലൂങ്ക. ഇതിലേതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. ആജ് കാ ദിൻ മേം കബി നഹി ഭൂലൂങ്ക. ഓക്കെ, അപ്പൊ ആജ് മേരെ ലിയേ അച്ഛാ ദിൻ നഹി. ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നില്ല. ऐसा एक दिन जिंदगी में कभी नहीं हुआ. ഇങ്ങനെയൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. സാഹിൽ കെ സാമനെ യഹ് അപമാൻ. സാഹിലിന് മുമ്പിൽ വെച്ചുണ്ടായ ഈ അപമാനം സോച്ച് ബി നഹി സക്തി. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്കൂൾ മേ ഗണിത കാ പീരീഡ്. സ്കൂളിൽ ഗണിതത്തിന്റെ പീരീഡ് ആയിരുന്നു. ക്ലാസ് മേ ആത്തി ഹി മാർ സാബ് കോ കാപ്പി ജാഞ്ചിനെ ലഗെ. ക്ലാസ്സിലെത്തിയ മാസ്റ്റർ ജി നോട്ട്ബുക്ക് പരിശോധിക്കാൻ തുടങ്ങി. കാപ്പി ജാഞ്ചത്തെ വക്ത് മാസ്റ്റർ ജിക്ക് നസർ മുജ് പർ പടി. അങ്ങനെ അദ്ദേഹം നോട്ട് പരിശോധിക്കുന്ന സമയത്ത്, വക്ത് പറഞ്ഞ സമയം, മാസ്റ്റർ ജിക്ക് നസർ മാസ്റ്റർ ജിയുടെ കണ്ണ്, മുജ് പർ പടി എന്നിൽ വന്നു, എന്നിലേക്ക് പതിച്ചു. അതായത് മാസ്റ്റർ ജിയുടെ നോട്ടം എന്നിലായി. മേനെ തോ കാപ്പി ലിഖിത്. ഞാനാണെങ്കിൽ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫിർ ബി എന്നിട്ടും, ബിനാ കുച്ച് കഹേ മാസ്റ്റർ ജീനെ മേരാ ബാൽ പകഡ് കർ ഫേങ്ക. ഒന്നും പറയാതെ, ബിനാ കുച്ച് കഹേ ഒന്നും പറയാതെ മാസ്റ്റർ ജി എന്റെ മുടിക്ക് പിടിച്ചു വലിച്ചു. സബ് ബച്ചോ കി നസർ മുജ് പർ പടി. എല്ലാ കുട്ടികളും എന്നെ നോക്കാൻ തുടങ്ങി. മേരെ ഭയഭീത് ചെഹരെ കോ ദേക്കർ സാഹിൽ ബുരി തര ഡർ ഗയാ താ. എന്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിലും ആകെ പേടിച്ചരണ്ടിങ്ങനെ ഇരിക്കുകയാണ്. മേനെ ഉസ്കി ഓർ ദേക്കാ ഹി നഹി. ഞാൻ അവന്റെ നേരെ നോക്കിയത് പോലുമില്ല. കുച്ച് സമയ കെ ബാദ് മാസ്റ്റർ ജീനെ കോപ്പി മേരെ ബൈഠനെ കി ജഗ പർ ഫേങ്കി. കുറച്ച് സമയത്തിന് ശേഷം മാസ്റ്റർ ജി നോട്ട്ബുക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. ജഗഹ് പറഞ്ഞ സ്ഥലം, ഫേങ്കി ഫേങ്കിന് പറഞ്ഞ എറിയുക. ആർ മുജ്സെ ബൈഠനെ കോ കഹ. എന്നിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു, എന്റെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. സാറ് ബുക്ക് എടുത്തിട്ട് എറിഞ്ഞു. എന്നിട്ട് പറയാണ് നിന്റെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മുझे अब भी पता नहीं कि मेरी गलती क्या थी. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തായിരുന്നു എന്റെ തെറ്റ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഐസാ അനുഭവ് ജീവൻ മേ കബി നഹി ഹുവാ ഹൈ. ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല.
यादें मन से दूर होती ही नहीं एक दुर्दिन की समाप्ति. ഒരു ദുർദിനത്തിന്റെ ചീത്ത ദിവസത്തിന്റെ അവസാനം. അങ്ങനെയാണ് ഇവിടെയുള്ള ഈ ഡയറി. ഓക്കെ, അപ്പൊ ഇനി കഹാനിക്ക് ആധാർ പർ സഹി മിലാൻ കരെ നോക്കാം, എങ്ങനെയാണ് സഹി മിലാൻ ചെയ്യേണ്ടതെന്ന്. ബച്ചേ സുരേന്ദർ ജി മാഡ് സാബ് സേ ഡർത്തേ ഥേ. ഇതിലേതാണ് അതിന്റെ ആൻസർ വരുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. साहिल बुरी तरह डर गया क्योंकि साहिल के सामने उसे पीठ मिला क्योंकि वे जरा सी गलती पर बच्चों को फेंक देते थे, മാർനെ ലഗത്തെ थे. ബച്ചെ സുരേന്ദർ സാർ സെ ഭയക്കാൻ ഉണ്ടായ കാരണമാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് അതില്? ഇതാണ് അല്ലെ, ക്യോങ്കി സരാസി ഗലത്തി. ആൻസർ നമുക്ക് നോക്കാം. बच्चे सुरेंद्र माट साहब से डरते थे क्योंकि वे जरा सी गलती पर बच्चों को फेंक देते और मारने लगते. അതുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തിനെ ഭയപ്പെട്ടിരുന്നത്. അദ്ദേഹം ചെറിയ തെറ്റിന് പോലും കുട്ടികളെ അടിക്കുമായിരുന്നു, പിന്നെ മുടിക്ക് പിടിച്ച് വലിക്കുകയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഭയന്നത്. ഏക് ദിൻ സുരേന്ദർ മാട്ട് സാബിനെ എന്താണ് വരുന്നത്? ബേലാക്കെ ബാലോമേ പഞ്ചാ ഫംസായ. ഒരു ദിവസം സുരേന്ദർ മാസ്റ്റർ ജി ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ബേലാക്ക ഭയഭീത് ചേഹര ദേക്കുകർ. ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയ. സാഹിലിനും വളരെയധികം ഭയം തോന്നി. ബേലാക്ക മൻ ബഹുത് ഖരാബ് ഹോ ഗയ ക്യോംകി സാഹിൽ കെ സാമനെ ഉസേ പീട്ട് മില. സാഹിലിന് മുമ്പിൽ വെച്ച് അവൾക്ക് അടി കിട്ടി. അതുകൊണ്ടാണ് ബേലയുടെ മുഖം എന്തായത്? ബഹുത് ഖരാബ് ഹോ ഗയ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു വാർത്താലാപാണ്. घर जाकर बेला अपनी माम से इस घटना के संबंध में सब कुछ बताती है. माम और बेला की बातचीत तैयार करें. വീട്ടിലെത്തിയിട്ട് അപ്പനി മാംസേ തന്റെ അമ്മയോട് ആ സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെ ബേല പറയാണ്. അപ്പൊ ബേലയും അമ്മയും തമ്മിലുള്ള ബാച്ചിത്താണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതായത് ബേലയ്ക്ക് ആ ദിവസം സ്കൂളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ദുർദിനത്തിനെ കുറിച്ചിട്ട്, ആ ദിവസം അവൾക്കുണ്ടായ ദുരവസ്ഥ, അവൾക്ക് സങ്കടകരമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് അമ്മയോട് അവര് സംസാരിക്കുന്നത്. നോക്കാം. മാം ചോദിക്കാണ്, അമ്മ ചോദിക്കാണ്, അരി ബേല ചുപ് ക്യോ ഹോ. എടി ബേല, നീ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കാണ് അമ്മ. അപ്പൊ ബേല പറയുന്നു, കുച്ച് നഹി മാം, ഒന്നുമില്ല അമ്മേ. മാം ബതാവോന ക്യാ ഹുവാ. പറയില്ലേ എന്താണ് ഉണ്ടായതെന്ന്, പറയൂ, എന്താണ് നിനക്കുണ്ടായതെന്ന് പറയൂ. ബേല കക്ഷാമേ മുझे പീഡ. ക്ലാസ്സിൽ എനിക്ക് അടി കിട്ടി. ക്യോം കിസ്നെ പീഡ. എന്തിന്, ആരാണ് അടിച്ചത്? ബേല ഗണിത കെ അധ്യാപക സുരേന്ദർ മാട്ട് സാബ്. ഗണിതത്തിന്റെ അധ്യാപകനായ സുരേന്ദർ ജിയാണ് എന്നെ അടിച്ചത്. കോയി ഗലത്തി ഹി നഹീന്തി. ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഫിർ ക്യോ, പിന്നെ എന്തിന്? പതാ നഹി മാം, അറിയില്ല അമ്മേ. ഉനോനെ കാപ്പി കോ മേരെ ബാഠ്നെ കി ജഗഹ് പർ ഫേങ്ക. അദ്ദേഹം എന്റെ നോട്ട്ബുക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിയുകയും ചെയ്തു. അരി ബേട്ടി രോ മത്. മോളെ നീ കരയണ്ട. മുझे अब भी पता नहीं कि मेरी गलती क्या थी. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്റെ തെറ്റ് എന്തായിരുന്നു എന്ന്. സബ് സാഹിൽ കെ സാമനെ. എല്ലാം സാഹിലിന് മുമ്പിൽ വെച്ച്, സാഹിലിന് മുമ്പിൽ വെച്ച് നടന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്നാണ് അവൾ പറയുന്നത്. മാം ഫിക്ർ മത്ത് കർ ബേട്ടി മേ ഉൻസെ ബാത് കരൂങ്കി. നീ വിഷമിക്കേണ്ട മോളെ, ഞാന് അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം എന്ന് പറയാണ് ആര്? അമ്മ പറയുകയാണ്. അപ്പൊ വാർത്താലാപം അങ്ങനെയാണ്. ഇതിലുള്ള വാർത്താലാപം എങ്ങനെയാണുള്ളത് അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ഏറെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ക്യോം ബന്ദി തി. ബേലയുടെ തലയിൽ ഒരു വെള്ള കെട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനായിരുന്നു അങ്ങനെ കെട്ടിവെച്ചത്?
ബേല ഛത്ത് സേ ഗിർ കർ ഗായൽ ഹോ ഗയി തി. ബേല ടെറസിൽ നിന്ന് വീണിട്ട് അവൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ തലയിൽ അങ്ങനെ കെട്ടിവെച്ചത്. ഓക്കെ, ഗായൽ ഹോ ഗയി തി. ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവ്. ഗിർന വീഴുക, ഗിർക്കർ വീണിട്ട്, ഛത്ത് പറഞ്ഞ ടെറസ്. साहिल को सरकारी अस्पताल में भट्टी बंधवाने क्यों ले जाया गया? സാഹിലിനെ എന്തിനാണ് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചത്. उसकी पिंडली में कील लगने से 1 इंच गहरा गड्ढा हो गया था. അവന്റെ കണങ്കാലിൽ ആണി കയറിയിട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് വന്നത്. आज आखिरी बार वे एक दूसरे की कोई चीज को छूकर देख रहे थे, ऐसा क्यों कहा गया है? ഇന്ന് അവസാനമായിട്ടാണ് അവർ പരസ്പരം കൈമാറി നോക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് അവരുടെ റിപ്പോർട്ട് കാർഡ് കൈമാറി നോക്കുന്നുണ്ട് റിസൾട്ടിന് ശേഷം. ആ ഭാഗമാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പാഞ്ചിവീങ്ക റിസൾട്ട് ആകെ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ അലഗ് അലഗ് ജഗഹോ മേ പഠനെ ജാ രഹേ ഹെ. ഇനി രണ്ടുപേരും വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. ബേല രാജകീയ കന്യാ പാഠശാല മേം ആർ സാഹിൽ അജ്മീർ കെ ഹോസ്റ്റൽ മേം. ബേല രാജകീയ കന്യാ പാഠശാലയിലും സാഹില് അജ്മീറിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കാൻ പോകുന്നത്. बाद में उन्हें एक साथ पढ़ने का अवसर नहीं मिलेगा. ഇനി അവർക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബാരിഷ് സേ പഹലെ കി ബാരിഷ് ഇസ്കാ ക്യാ മത്ലബ് ഹെ? ബാരിഷ് കെ പഹലെ കി ബാരിഷ് ഇസ്കാ ക്യാ മത്ലബ് ഹെ? മഴയ്ക്ക് മുമ്പുള്ള മഴ എന്ന് പറഞ്ഞല്ലോ. അത് മഴക്കാലമല്ലാതെ മഴ പെയ്തു. എന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്നാണ് ചോദിച്ചത്. ബേല और साहिल के दुख भरे आंसू बरसात के समान बरस रहे हैं. ബേലയുടെയും സാഹിലിന്റെയും ദുഃഖമാകുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് മഴ പോലെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ മഴയോട് സാമ്യപ്പെടുത്തിയതാണ്, താരതമ്യം ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ उचित परसर्गाണ്. അത് നമുക്ക് പിന്നെ ചെയ്യാം. कहानी के इस प्रसंग के अनुसार पटकथा का एक दृश्य लिखे. ഒരു പടുക്കഥയുടെ ദൃശ്യം ചെയ്യാനാണുള്ളത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. ഓക്കെ.